വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന മിഷൻ ബേലൂർ മഖന 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ പടമല പള്ളിക്ക് സമീപം കടുവയും ഇറങ്ങി. പടമല പനച്ചിയിലാണ് രാവിലെ കടുവ എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. 5 ദിവസം മുൻപ് അജീഷിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സ്ഥലത്ത് തന്നെയാണ് കടുവയെ കണ്ടത്. വിവരങ്ങൾ നൽകാൻ ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഈ കടുവയെ കണ്ട സാഹചര്യം നേരത്തെ പ്രദേശവാസികളുടെ എല്ലാം പ്രതികരണങ്ങൾ ഗോകുൽ തേടിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന്? ഇപ്പോൾ ഈ കടുവ പോയ പ്രദേശത്തോടു കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ കടുവ സഞ്ചരിച്ച അടയാളങ്ങൾ, അതിൻ്റെ കാൽപ്പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഗത്തു കൂടിയാണ് കടുവ മുകളിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. ഇതിനെ പിന്തുടർന്ന് വനപാലക സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു കാപ്പിത്തോട്ടം പോലെയുള്ള മേഖലയാണ്. ഇവിടെ ജനവാസ മേഖലയൊന്നുമില്ല. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ദൂരത്തിൽ, ഒരുപാട് വിസ്തൃതിയിൽ കിടക്കുന്ന ജനവാസ മേഖല, ആളുകളൊന്നും ഇല്ലാത്ത മേഖലയാണ്. ഈ പ്രദേശത്തൊക്കെ തന്നെയാണ് വീടുകളുള്ളത്. എന്നാൽ ഇതിനെ പിന്തുടർന്ന് ഈ വനപാലക സംഘം മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഈ കടുവയുടെ മറ്റു വിവരങ്ങൾ, അതിൻ്റെ മറ്റു സാന്നിധ്യങ്ങൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയണമെങ്കിൽ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും അവർ മുകളിലേക്ക് കയറി പോയിട്ട് ഏകദേശം 20-25 മിനിറ്റോളമായി. ഈ കടുവ പോയ വഴികളിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഈ വഴിയിലൂടെ മുകളിലേക്ക് കയറി പോകുന്നതായാണ് നാട്ടുകാർ കാണുന്നത്. ഈ കടുവ പോയ വഴികളിലൊക്കെ എന്തായാലും കടുവയുടെ കാൽപ്പാടുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ നാട്ടുകാരിൽ നിന്ന് നമ്മൾ വിവരം തേടിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് വലിയ വലിപ്പമുള്ള ആനയാണ്, കടുവയാണ്. ചെറിയ കടുവയായിരുന്നില്ല, വലിപ്പമുള്ള കടുവ തന്നെയാണ്. വളരെ ഉയരത്തിലുള്ള കടുവയാണ് പോയിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശവാസിയായ ചേട്ടൻ, ഇവിടുത്തെ വഴി ഒക്കെ സ്ഥലങ്ങളൊക്കെ പരിചയമുള്ള ചേട്ടൻ നമുക്ക് ഈ മുകളിലേക്കുള്ള കടുവ പോയി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ചേട്ടൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് താഴെയാണ്. ഇതുവഴിയാണ് കടുവ പോയത് എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. കാരണം കടുവ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട ആളാണ് നമ്മുടെ മുന്നിൽ സഞ്ചരിക്കുന്ന ഈ വ്യക്തി. ഈ ഭാഗത്ത് കൂടിയാണ് കടുവ പോയിട്ടുള്ളത്. ഇതിലെ തന്നെയാണ് വനപാലക സംഘവും കടുവയെ നിരീക്ഷിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഏകദേശം 7:30 കൂടിയിട്ടാണ് വനപാലക സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. വനപാലക സംഘം ഈ പ്രദേശത്തു തന്നെ 5-അംഗ വനപാലക സംഘം ഈ പ്രദേശത്ത് തന്നെ കടുവയെ തേടി പരിശോധന നടത്തുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കടുവ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ഭാഗത്ത് കൂടിയിട്ടാണ്, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാപ്പിത്തോട്ടങ്ങളാണ്, വീടുകളൊന്നും തന്നെയില്ല. ഈ ഭാഗത്തോട് കൂടിയിട്ടാണ് കടുവ മുകളിലേക്ക് കയറി പോകുന്നത്. ഇവിടെയൊക്കെ കടുവ ചവിട്ടിയ സഞ്ചരിച്ച പാടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയൊക്കെ കടുവയുടെ കാൽപ്പാടുകളുണ്ട്. ഈ ഒരു ചതുപ്പ് പ്രദേശമൊന്നുമല്ല, എന്നിട്ട് കൂടി കടുവയുടെ കാൽപ്പാടുകൾ നമുക്ക് കാണുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് ചെറിയ കടുവയല്ല, വളരെ വലുപ്പമുള്ളതും പ്രായമേറിയതുമായ കടുവയാണ് ഇതുവഴി സഞ്ചരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ ഉൾപ്പെടെ, ഈ ഭാഗത്തുൾപ്പെടെ കടുവയുടെ ചവിട്ടേറ്റ് മണ്ണ് ഇളകിയ പാടുകളുണ്ട്. ഈ വഴിയാണ് കടുവ സഞ്ചരിച്ചത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. സംഘം ഈ കടുവയെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഗോകുൽ സുരക്ഷിതനായി സഞ്ചരിക്കുക എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അതെ, വനപാലക സംഘം ഈ ഭാഗത്തു കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ കുരുമുളക് തോട്ടം, കാപ്പിത്തോട്ടം തുടങ്ങിയ കാര്യങ്ങളാണ്, ഇടതൂർന്ന മരങ്ങളാണ്. വനപാലക സംഘം ഇവിടുന്ന് കുറച്ച് മുന്നിലേക്കുള്ള ഭാഗത്താണുള്ളത്. ഇതിൽ കൂടിയാണ് കടുവ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവിടെയുള്ള കടുവയുടെ പോയ കാൽപ്പാടുകളും മറ്റും പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ സുരക്ഷിതമായൊരു പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഗോകുൽ, തീർച്ചയായും നമുക്കറിയാം, കാട്ടാന ഇറങ്ങുമ്പോഴും ആ പ്രദേശവാസികൾ പാലിക്കേണ്ട ചില മുൻകരുതലുകൾ ഉണ്ടല്ലോ. വന്യമൃഗ ശല്യം രൂക്ഷമായിരിക്കുന്ന ഭാഗത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാകുമ്പോൾ ആ പ്രദേശവാസികൾക്ക്, പ്രത്യേകിച്ച് ഇന്ന് പ്രവൃത്തി ദിവസമാണ്, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ പ്രദേശത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ ഗോകുലിന് എന്താണ് മനസ്സിലാകുന്നത്? കാരണം അത് കൃത്യമായി ആളുകൾ സുരക്ഷിതരായി വീട്ടിനുള്ളിൽ തന്നെ തുടരാൻ സാധ്യയില്ല. കാരണം നിത്യവൃത്തിക്കായി ഒപ്പം തന്നെ സ്കൂളിൽ പോകേണ്ട കുട്ടികൾക്കൊക്കെ തന്നെ, മുതിർന്നവർക്കൊക്കെ തന്നെ ഇറങ്ങി പോകേണ്ടതുണ്ട്. പക്ഷെ എത്രത്തോളം കരുതലോടെ ഇരിക്കണം എന്നുള്ളതാണ്. അതെ, ഈ കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ പഞ്ചായത്തിലും മാനന്തവാടി നഗരസഭയിലെ ചില ഡിവിഷനുകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ
ഒരു പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ നിരോധനാജ്ഞയെ പ്രഖ്യാപിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് എടുക്കുന്ന രീതിയിലാണ് വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൗരവമായ വിഷയമാണെങ്കിൽ ഇവർ പറയുന്നത് കഴിഞ്ഞ മാസം ഞങ്ങൾ കടുവയെ കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഇതിലേക്ക് കടുവയെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു പോയ കടുവ തിരിച്ചു വരാനുള്ളൊരു സാധ്യത, അതായത് ഇതുവഴി തന്നെ തിരിച്ചു വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഇതുവഴി വരില്ല. പോയതിനെ നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നല്ലാതെ ഇതുവഴി തന്നെ മടങ്ങി വരാനുള്ളൊരു സാഹചര്യം കുറവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പണിക്ക് പോവുകയും മറ്റും ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മൾ രാവിലെ ആ റോഡ് ആ ഭാഗത്ത് കണ്ട ആളുകൾ. അവിടെ ഒരു ലിസി എന്ന് പറയുന്ന ചേച്ചി പള്ളിയിൽ പോയി മടങ്ങി വരുന്ന സമയത്തായിരുന്നു കടുവയെ ആദ്യമായി കണ്ടത്. പിന്നീട് വേറെ ഈ പ്രദേശവാസിയായ സാബു എന്ന് പറയുന്ന ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അവർ ഓണടിച്ച് ലൈറ്റ് അടിച്ചിട്ടൊക്കെയാണ് കടുവയെ കയറ്റി വിടുന്നത്. കടുവ വളരെ വേഗതയിൽ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന പോലെ റോഡും മുറിച്ച് കടന്ന് മുകളിലേക്ക് കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ താഴെ കണ്ട വീട്ടിലെ ആ ചേട്ടനും ഈ കടുവ വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് കണ്ടത്. പോയി ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് കടന്നു പോയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മിനിറ്റുകൾക്കുള്ളിൽ മാത്രമേ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇന്നലെയും ഇനിയാത്തേക്ക് ദിവസത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇന്നലെയൊക്കെ മാനന്തവാടി നഗരസഭയിലെ ചില ഡിവിഷനുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. തിരുനെല്ലി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നലെ അവധിയായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആനയുടെ സാഹചര്യത്തിൽ അവധിയായിരുന്നു. അപ്പോൾ ഈ വന്യമൃഗശല്യം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ആ രീതിയിലുള്ള ഉത്തരവുകളൊക്കെ സർക്കാർ അല്ലെങ്കിൽ വനവകുപ്പ് സർക്കാർ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്ര നാൾ തുടരാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം വളരെ ആശങ്കയായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ എത്ര നാൾ തുടർച്ചയായി ഇതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ വേണ്ടി സാധിക്കും? ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിലിന് പോകേണ്ടതുണ്ട്. ഇവിടെയുള്ള ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തോട്ടം തൊഴിലാളികളും മറ്റുമൊക്കെയാണ്. ഈ തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളും ഇതുപോലെയുള്ള തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ ഈ രീതിയിൽ പണിയെടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കടുവ വളരെ അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള തോട്ടം തൊഴിലാളികളെ കാട്ടാനെ ആക്രമിച്ചു, കടുവയെ ആക്രമിച്ചു തുടങ്ങിയ വാർത്തകളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദയനീയമായ ഒരു ജീവിതം തന്നെയാണ് വയനാട് മേഖലയിലെ ജനങ്ങൾ നയിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, കളിസ്ഥലങ്ങളിൽ കളിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, തൊഴിലാളികൾക്ക് തോട്ടം തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്യമൃഗശല്യം, ആനയോ കടുവയോ പുലിയോ കരടിയോ എന്നില്ലാതെ വന്യമൃഗശല്യം. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏകദേശം 300 മീറ്റർ അപ്പുറത്ത് മാത്രമാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടിക്കുന്ന പനച്ചിയിൽ അജീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്. അവിടെ കാട്ടാനയായിരുന്നെങ്കിൽ 300 മീറ്റർ മാറി ഇപ്പുറത്തേക്ക് കടുവയുടെ സാന്നിധ്യമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഗൗരവമായ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഒരുപക്ഷെ മനുഷ്യവാസം ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വന്യമൃഗശല്യം കൂടുതലായി ഈ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ജനവാസ മേഖലയിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.